ഫഹറിൻ ജാനു തമാശകൾ. എല്ലാ ബാബു ഇഞ്ഞെല്ലാം നാട്ടിലുണ്ട മനെ, ഇഞ്ഞെല്ലാം കണ്ടിട്ടെത്തിരിയായി. ഇനിയൊന്നും കാണലില്ലാലോ മനെ. ഇതേടിയാ പോന്ന്? ഒന്നുമില്ല ജാനുടുത്തി, ഞാൻ ഇങ്ങോട്ടെല്ലാം ഒന്ന് ഇറങ്ങിയ, ഇന്ന് ലീവല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ടെല്ലാം ഒന്ന് ഇറങ്ങിയതാ. ഇന്നലെ ഒരുപാട് കേങ്ങുമെല്ലാം പുഴുങ്ങിട്ട് ഒരേ കൊണ്ടുകൊടുത്തിനല്ലോ. പിന്നെ ഇടവത്തെല്ലാം നിങ്ങള് കേങ്ങ് കൊണ്ടുകൊടുത്തേക്കെന്ന് പറയുന്നിട്ട് ഇതിന് മാത്രം കേങ്ങ് തേടുന്ന അങ്ങക്ക് കിട്ടിയേ. ഉയന്റെ മനെ, അതൊന്നും പറയണ്ടേ, ഇനി കേക്കണേ. ഞാൻ ഇന്നലെ വൈകുന്നേരം കേങ്ങ് പുഴുങ്ങാന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ ചായക്കൂട്ടലിന് അപ്പാട് കേളപ്പാട്ടിനോട് അറിഞ്ഞ്, കേളപ്പാട്ട ഞങ്ങള് നമ്മളെ തെക്കേലെ കണ്ണന്റെ വീടിയെ പോയിട്ട് 1 കിലോ കേങ്ങിങ് വാങ്ങിക്കോളിന്ന് പറഞ്ഞ്. അപ്പാട് ഉച്ചക്ക് അങ്ങനെ കേളപ്പാട്ടെ കണ്ണന്റെ വീടിയെ കേങ്ങ് വാങ്ങാൻ പോയി. അപ്പൊ കണ്ണന്റെ വീടിലെത്തോക്കുമ്പോ കണ്ണൻ അവിടെ ഇല്ല. കണ്ണൻ ചോറുന്നാൻ പോയിക്ക്. അപ്പാട് കണ്ണൻ ചോറുന്നാൻ പോയാല് ഇളയ ചെക്കനെയാ വീടിയ പറഞ്ഞപ്പ. അപ്പാട് കേളപ്പാട്ടൻ നോക്കുമ്പോ ഇളയ ചെക്കൻ വീടിയലില്ല. കുറച്ച് കഴിഞ്ഞേരോ പീടിയന്റെ പിന്നെ ബേക്കിന്ന് ഒരു കുശു 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 എന്ന് പറയുന്നു. അപ്പാട് കേളപ്പാട്ടൻ ചെന്നോക്കുമ്പോ മനെ എന്താ പറയേ, കണ്ണന്റെ ഇളയ ചെക്കനും കുന്നുമ്മലെ ശാന്തേന്റെ മോളും കൂടി ഉമ്മ വെച്ച് കളിക്കുന്നു. എന്താ പറയേ. അപ്പാട് ഇത് കേളപ്പാട്ടൻ കണ്ട്. അപ്പാട് ചെക്കൻ പറയുന്ന, കേളപ്പാട്ടാ നിങ്ങള് ആരോടും പോയിട്ട് ഇത് പറയൊന്നും വേണ്ട, ഇതെല്ലാം സാധാരണ നടക്കുന്നതാ. ഇതിപ്പം കൊച്ചിയിലും കോഴിക്കോടും അല്ല ഇപ്പൊ പിന്നെ റോട്ടും വന്നെന്നെയാ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇതാരോടും പോയിട്ട് നിങ്ങൾ പറയൊന്നും വേണ്ട, മാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തോളിന്ന് കേളപ്പാട്ടനോട്. അപ്പാട് കേളപ്പാട്ടൻ പറഞ്ഞ്, മനെ ഞാനൊന്നും ചെയ്യുന്നില്ല, അതും കൂടി കൂട്ടിയിട്ട് ഇഞ്ഞ് കേങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പാട് ചെക്കൻ പറയുന്ന, എന്നാ പിന്നെ ചാക്കോട് എടുത്തിട്ട് നിങ്ങൾ വിട്ടോ, ഇത് നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ തന്നെ ചാക്കോടെ കേളപ്പാട്ടൻ അതെടുത്തിക്ക് പോന്ന്. എല്ലാം മനെ ഇങ്ങനെ പോയാൽ നമ്മളെ നാടിതേടെത്തും മനെ. എന്താ ചെയ്യാ മനെ.